നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ തിരുവാഴിയോട് കുറുവട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചാക്യാങ്കാവ് അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഒരു ദിവസം മുന്നേ ഇവിടെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞുള്ളൂ, ആഘോഷമൊക്കെ. അപ്പോൾ ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. മനോഹരമായിട്ട് എന്റെ ബാക്കിൽ കാണുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ആളുകളിലേക്കും. നമ്മുടെ ഈ എല്ലാ അമ്പലങ്ങളും, ഞാൻ കുറെ അമ്പലങ്ങൾ കാണിച്ചു തന്നു. എല്ലാ അമ്പലങ്ങളും മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും ഒക്കെ എത്തട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ ആളുകൾ കൂടെ ഉണ്ട് ഈ അമ്പലത്തിന്റെ. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ. വള്ളുവനാട്ടിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ചാക്യാങ്കാവ് അയ്യപ്പ ക്ഷേത്രം. പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ തിരുവാഴിയോട് കുറുവട്ടൂറാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 500 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് കരുതപ്പെടുന്നു. പൂർണ്ണ പുഷ്കല സമേതനായ കിഴക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തേനേഴിമനയുടെ ഊരായ്മയിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജകളും മറ്റും നേരിട്ടാണ് നടത്തിപ്പോന്നിരുന്നത്. എന്നാൽ മനയിൽ നിന്ന് ഇവിടെ വന്ന് പൂജ നടത്തുക ബുദ്ധിമുട്ടാണെന്നും ആയതുകൊണ്ട് അയ്യപ്പസ്വാമിയെ മനക്കിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചുവെന്നും ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള സ്ഥലത്തെ മണ്ണ് കിളച്ച് ഇളക്കിയെന്നും എത്ര കിളച്ചാലും അറ്റം കാണാതെ അവർക്ക് ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും പറയപ്പെടുന്നു. ഇവിടെ സ്വയംഭൂവായി രൂപം കൊണ്ട് ജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ ഇവിടെ തന്നെ കുടികൊള്ളുകയാണെന്ന് മനക്കിലെ നമ്പൂതിരിക്ക് ദർശനം കിട്ടിയെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്നം നടത്തിയത് പ്രകാരം ക്ഷേത്രാചാരപ്രകാരം ഉപദേവനായി ഗണപതിയെയും പ്രതിഷ്ഠിച്ചു. മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന അയ്യപ്പനാണ് ഇവിടെ എന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമസ്കാരം. നമ്മുടെ പേര് വിജയരാജ്. വിജയരാജ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും ഈ ക്ഷേത്രം? ഏതാണ്ട് 400 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. കേട്ട കഥകളിലും ഇതിന്റെ ഏകദേശം ഒരു ഐതിഹ്യം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഈ ക്ഷേത്രത്തോട് വരാനുള്ള. അപ്പൊ അതൊന്ന് പറഞ്ഞുതരുമോ ചുരുക്കത്തില്? തേനേഴിമനയുടെ ഊരാൾമയുടെ ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ സ്വയംഭൂവായിട്ട് രൂപപ്പെട്ടതാണ്. ഏകദേശം 400-ലധികം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഇവിടെ സ്വയംഭൂവായി രൂപപ്പെടുകയും അവിടുത്തെ മനക്കിലെ ഊരാൾമയുടെ ക്ഷേത്രമാണ്. അവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ തേനേഴി മനക്കിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടുത്തെ നമ്പൂതിരിക്ക് വയസ്സായപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പസ്വാമി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധാരണയുണ്ടായി അവർക്ക്. അതിന്റെ ഫലമായിട്ട് 4 പുറവും കളച്ചു കുഴിച്ചെന്നും പക്ഷെ അറ്റം കാണാതെ അവരെ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും പഴമക്കാർ നമ്മളോട് പറയുന്നുണ്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് അവിടുത്തെ നമ്പൂതിരിക്ക് ദർശനം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ സ്വയംഭൂവായി രൂപപ്പെട്ട അയ്യപ്പസ്വാമി ഇവിടുത്തെ ജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഇവിടെ തന്നെ കുടികൊള്ളുകയാണ് എന്നുള്ള ദർശനം ലഭിച്ചു എന്നും തുടർന്ന് കറുത്തേടത്ത് എന്നുള്ള ഒരു നാരായണ നമ്പൂതിരിപ്പാട് ദീർഘകാലം നമ്മുടെ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു. തുടർന്ന് ഞങ്ങളൊരു താമ്പൂല പ്രശ്നം നടത്തി. താമ്പൂല പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തില് ഉപദേവനായിട്ട് ഗണപതിയെ കൂടി പ്രതിഷ്ഠിക്കണം എന്ന് അവര് പറയുകയാണ്. അങ്ങനെ ഉപദേവനായിട്ട് ഗണപതിയെ കൂടി ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. തുടർന്ന് മാറിയിട്ട് അദ്ദേഹത്തിന് നാരായണ നമ്പൂതിരിപ്പാടിന് വയസ്സായപ്പോൾ തുടർന്ന് മാറി പല നമ്പൂതിരിമാരും ഇവിടെ പൂജാതികർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പൂജാതികർമ്മങ്ങൾ നിർവഹിക്കുന്നത് സത്യനാരായണൻ തിരുമേനി, പനമണ ഒറ്റപ്പാലത്തിന്റെ അടുത്തുള്ള സൗത്ത് പനമണ എന്ന് വരുന്ന സത്യനാരായണൻ തിരുമേനിയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പൂജ ഉണ്ടോ? എന്നും രാവിലെ പൂജയുണ്ട്. അദ്ദേഹം അവിടുന്ന് രാവിലെ ഇങ്ങോട്ട് വരിക. അതെ. ശരി. ഇത് അതുപോലെ ഇവിടുത്തെ പ്രധാന ആഘോഷം അയ്യപ്പ ക്ഷേത്രങ്ങൾ അധികം താലപ്പൊലി അല്ലേ? അങ്ങനെ. അപ്പൊ ഇവിടെ പ്രധാനത് താലപ്പൊലി തന്നെ. താലപ്പൊലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ഇത് കൂടാതെ പല ആഘോഷങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വിഷുദിനാഘോഷം വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഗണപതി പ്രതിഷ്ഠാ ദിനം എല്ലാ വർഷവും താന്ത്രിക ചടങ്ങുകളോടുകൂടി നടത്താറുണ്ട്. ഗണപതി ഹോമം, നവകം, പഞ്ചഗവി തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ അവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ സരസ്വതി പൂജ നമ്മൾ നടത്താറ്. വിജയദശമി ആഘോഷം വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താറുണ്ട്. പിന്നെ രാമായണ മാസം, കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ടാണ് ആഘോഷിക്കുന്നത്. രാമായണ മാസത്തിന്റെ അവസാനം സമ്പൂർണ്ണ രാമായണം ഉണ്ടാവാറുണ്ട്. വളരെ ഭംഗിയായിട്ട് അത്താഴ പ്രസാദത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട്. ഇതിനെല്ലാം ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പരിപൂർണമായ സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇതുമായി. ദേവസ്വം ബോർഡാണോ അതോ? ദേവസ്വം ബോർഡല്ല, ഇതിപ്പോ ഒരു ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുകയാണ്. രജിസ്റ്റേർഡ് കമ്മിറ്റിയാണ്. ഒരുപാട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് അല്ലെ? അതെ. തീർച്ചയായിട്ടും ഒരു നാട്ടിൻപുറത്തെ ആളുകൾ കൂടി ചെയ്യാൻ തന്നെയാണ്.
കാരണം അതിന്റെ ഒരു അല്ല, ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭക്തന്മാരാണ്. ഭക്തന്മാരുടെ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തന്മാരുടെ പിന്തുണയും ലഭിക്കുമ്പോൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മള് പല അമ്പലങ്ങളിലും പോണ സമയത്ത് അവിടെ കുറെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പൊന്ന ക്ഷേത്രത്തിൽ പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട കഥകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കഥകളോ കാര്യങ്ങളുണ്ടോ അവിടെ നമ്മൾ കേട്ട കഥകളില്? അല്ല, പല പൂർവികന്മാരും ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അയ്യപ്പസ്വാമി വളരെ ഭംഗിയായിട്ട് നടത്തിത്തരും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടത്തിത്തരും. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് പറയുന്നുണ്ട്. കൃത്യമായ തെളിവുകളോ അങ്ങനെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മളെ ഒരു കാര്യത്തിന് ഇവിടെ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ അവസാനം നമുക്ക് വളരെ ഭംഗിയാക്കി തീർക്കാൻ സാധിക്കാറുണ്ട്. അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന വഴിപാട് ഏതാ? പിന്നൊരു ആവശ്യം ഇപ്പോ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മറ്റേ രോഗമുക്തി, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം വഴിപാടുകൾ കൂടുതൽ ഒരു വഴിപാട് കേന്ദ്രീകരിച്ച് കഴിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്ന വഴിപാടുകൾ എന്താ? ഇവിടെ പുഷ്പാഞ്ജലി കൂടുതലായിട്ട് വരുന്നുണ്ട്. ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലികൾ വരാറുണ്ട്. നിറമാല ചുറ്റുവിളക്ക് അങ്ങനെ വരാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പൂജാതി കർമ്മങ്ങളുണ്ട്. ഓരോരുത്തരവനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും പുഷ്പാഞ്ജലികളും ഇതൊക്കെയാണ് വരാറ് ഉള്ളത്. നീരാഞ്ജനം കൂടുതലായിട്ട് നമുക്ക് വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള, ഭക്തന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന, ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന. ഇത് അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അധികം നമ്മുടെ അമ്പലങ്ങളൊക്കെ ദൂരത്തുനിന്നാണ് ആളുകൾ കണ്ടമാനം വരിക. വിചാരിക്കൊണ്ട് തിരക്കെല്ലാം ഇവിടെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മള് കൃത്യമായിട്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ എങ്ങനെ? തിരുവാഴിയോട് ചെർപ്പളശ്ശേരി റോഡിന്, അതായത് പാലക്കാട് ചെർപ്പളശ്ശേരി റോഡില് കനാൽ ഇടത് ഭാഗത്തായിട്ട് കനാൽ തിരുവാഴിയോട് ഇറങ്ങിയിട്ട് നേരെ ഇടത് ഭാഗത്തൂടെ വന്ന് ലക്ഷം വീട് വഴി നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം 2.5 കിലോമീറ്ററോളം തിരുവാഴിയോട്ട് നിന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായിട്ടുണ്ട്. ദൂരമുണ്ട്. നമ്മുടെ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ ഒരു ഊട്ടുപുര നിർമ്മാണം എന്നുള്ളത് ഭക്തന്മാരുടെ ഒരു അഭിലാഷമായിരുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഊട്ടുപുര ഇല്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഒരു ജനറൽ ബോഡി യോഗത്തിലാണ് ഊട്ടുപുര നിർമ്മിക്കണം എന്ന് ആഗ്രഹിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. ഭക്തന്മാരുടെ അകമഴിഞ്ഞിട്ടുള്ള സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഫലമായിട്ട് ഏകദേശം പൂർത്തിയായിട്ടില്ലെങ്കിലും അത് മേഞ്ഞിടാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ അത് പൂർത്തിയാക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഭക്തന്മാരുടെ നിർലോഭമായിട്ടുള്ള സഹകരണങ്ങൾ നമുക്ക് ഇതിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആളുകൾ ചെയ്യട്ടെ, ഇനിയും അവരുടെ സഹകരണങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമസ്കാരം. പേര് രാജൻ അല്ലേ? ഇവിടെ കമ്മിറ്റിയുടെ ട്രഷററാണ്. എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലത്തിന് നല്ല അഭിപ്രായമാണ്. എല്ലാ ഭക്തന്മാർക്കും നല്ല വിശ്വാസമുള്ള ക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിന് പറയാത്ത ഒരുവിധമൊക്കെ പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേത്രം ആദ്യം കമ്മിറ്റി ഒന്നും ഇല്ലാണ്ട് നടത്തിയിരുന്നു. പിന്നെ 2000-ല് മറ്റേ നമ്മുടെ ഇവിടെ നിത്യം പൂജിച്ചിരുന്ന കർത്തടുത്ത് നമ്പൂരിപ്പാട് പറയും. അദ്ദേഹത്തിന് വാർദ്ധക്യം സംഭവിച്ചപ്പോ അദ്ദേഹം വന്ന് പൂജ നടത്താം. അന്ന് ശമ്പളമൊന്നുമില്ല. അവര് തന്നെ മനക്കിന്ന് എന്റെ ദേവസ്വം നടത്തിയതാണ്. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ ചെറിയൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വിജയമാഷി, രവിമാഷി, അങ്ങനെ എന്താ ഉണ്ണീഷേട്ടൻ, ശങ്കുണിമണ്ണ, അങ്ങനെ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്. അതിലത്തെ ജൂനിയർ ഞാനായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇവരൊക്കെ ഞാൻ കൂട്ടി ചേർത്താണ്. കുറെ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ക്ഷേത്രമൊക്കെ വളരെ ഇടിയും പിടിച്ചുകൊണ്ട് മറ്റേ അജോതകഥയായിട്ട് കിടക്കും. എല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ചു. അന്ന് മുതൽക്കേ ക്ഷേത്രം വികസിച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി. ഒന്നും ആയിട്ടല്ല, ഒരുവിധം ഭക്തന്മാരെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ പാടെ ഇത്രകാലം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. നമസ്കാരം. പേര്? വേണുഗോപാലൻ. ആയിക്കോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? പിന്നുള്ള വീടാണ്. ശരി. എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അത്ര നമുക്ക് അത്ര വിശ്വാസമാണ്. നമ്മൾ അതിന് വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കും അല്ലെ? നമ്മളെന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ അവസാനം വെച്ച് എല്ലാ കാര്യം നടന്നിരിക്കും. അത്രയും ഇതാണ്. എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ആദ്യം കുറച്ച് നമ്മളെ ഇട്ട് ഒന്നിങ്ങനെ വട്ടം ചുറ്റും. പിന്നീട് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും. ഒന്നും തടസ്സമൊന്നുമില്ല. ഇറങ്ങി തിരിച്ചതിന് ശേഷം കേറ്റുണ്ടായിരുന്നു. അതേമാതിരി ഈ ഊട്ടുപുരയും തന്നെ നമ്മൾ ആദ്യമൊക്കെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അത് മേജാറുള്ള ഇതുണ്ടായി. അതിനൊന്നും കുഴപ്പമില്ലാതെ ഇതായി. പ്രേക്ഷകർക്ക് പറയാനുള്ളത്, ഇത് ചെറിയൊരു അമ്പലമാണ്. അതായത് വലിയൊരു നമ്മൾ എടുക്കുമ്പോൾ വലിയൊരു ക്ഷേത്രമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ആക്കേണ്ടത്. അല്ല വലിയ അമ്പലങ്ങളിൽ പോയിട്ട് നമ്മൾ കുറെ പൈസ വാരിയിട്ടൊന്നും കാര്യമില്ല. ഇതേപോലത്തെ അമ്പലങ്ങളൊക്കെ വികസിക്കണം. അപ്പൊ നിങ്ങൾ ഒരുപാട് അമ്പലങ്ങൾ, ഞാൻ പറഞ്ഞ അമ്പലങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എടുത്ത അമ്പലങ്ങളൊന്നും മോശം വന്നില്ല. അപ്പൊ ഈ അമ്പലത്തിൽ അതേമാതിരി കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാം. ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അവരെ കൊണ്ട് താങ്ങുന്ന ഒരു പരിധികളുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊക്കെ ഈ അമ്പലത്തെ സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുക. ഞാൻ അവരുടെ എന്തായാലും ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ആഡ് ചെയ്യും.
അപ്പൊ എല്ലാവരും ചെയ്യുക, അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ അമ്പലങ്ങളെ നമ്മളൊന്ന് വികസിപ്പിച്ചെടുക്കണം. ഇതൊക്കെ നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തളരാൻ പാടില്ല. അപ്പൊ അവരൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് അവരെ സഹായിക്കേണ്ടതുണ്ട്. അപ്പൊ കഴിയുന്ന ആളെ അതും ചെയ്യുക കേട്ടോ. പിന്നെ വരാൻ പറ്റുന്ന ആളുകൾ, അമ്പലത്തിലേക്ക് വരാൻ പറ്റുന്ന ആളുകൾ, മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ഞാൻ എന്റെ വീഡിയോ മുഴുവൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ്. അപ്പൊ വെറുതെ എങ്കിലും നിങ്ങൾ പാലക്കാട് ചെർപ്പശ്ശേരി റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കയറി തൊഴുതിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ.